പൂർണ്ണതയുള്ള മഹത്വമാണ് ഈ വരാൻ പോണത്. കാര്യം എന്ന് കഴിഞ്ഞാൽ ഏകജാതൻ്റെ മഹത്വമാണ്. ഏകജാതൻ്റെ മഹത്വം എന്ന് പറഞ്ഞാൽ പിതാവായ മഹത്വപ്പെടുന്ന സ്ഥലത്ത് വെച്ചാണ് ഏകജാതിന് ഓട്ടോമാറ്റിക്കായിട്ട് മഹത്വപ്പെടുന്നത്. ഇതൊരു വളരെ സീരിയസ് ആയിട്ട്, അതായത് ഈ പിതാവിനെ മാറ്റി നിർത്തിക്കൊണ്ട് എല്ലാവർക്കും ഉള്ള ജീവിതം എന്ന് പറയുന്നത് യേശുവിൽ മാത്രം അടിസ്ഥാനപ്പെടുത്തിയുള്ള ജീവിതമാണ്. മനസ്സിലായില്ല? അതെപ്പോഴും നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ ആധ്യാത്മിക ജീവിതം യേശുവിൽ മാത്രം അടിസ്ഥാനപ്പെടുത്തിയല്ല, അൾട്ടിമേറ്റായിട്ട് ഇത് പിതാവ്. ഇപ്പം ഞങ്ങളൊക്കെ എൻ്റെയൊക്കെ കാര്യം പറയാം. ഞാൻ പിതാവുമായിട്ട് ഭയങ്കര ബന്ധമുള്ള ആകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഞാൻ എന്ത് പറഞ്ഞാലും പിതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കും. ഞാനൊരു പള്ളി പണിതപ്പോൾ ആദ്യമേ പിതാവിൻ്റെ രൂപമാണ് കൊണ്ട് മൊളിവിച്ചത്. ഐ നോ ഹു ഈസ് ഫാദർ. ഒരു പള്ളി പണിതാണ്, പള്ളി വാതിക്കൽ തന്നെ വെച്ചിരിക്കുന്നത് പിതാവായ ദൈവത്തിൻ്റെ രൂപമാണ്. അത് കഴിഞ്ഞാൽ പിതാവായ ദൈവം നമ്മളെല്ലാവരും ജോലി വേല കാര്യങ്ങളെല്ലാം എടുക്കുന്നത് ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ്. എന്താണ്? പിതാവിൻ്റെ മഹത്വപ്പെടുത്തി. ഈശോ ഈ ഭൂമി ജീവിച്ചിരുന്ന സമയത്ത് മുഴുവൻ ജോലി ചെയ്തിരുന്നതിൻ്റെ ഒറ്റ കാര്യം എന്താ? പിതാവിനെ വിളിക്കുമ്പോൾ ചങ്കറിഞ്ഞങ്ങ് വിളിക്കണം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, എന്താ പറയണത്? അങ്ങയുടെ നാമം പൂജിതമാകണം. എന്താ? എൻ്റെ പ്രവർത്തനങ്ങളിലൂടെ എനിക്ക് നഷ്ടം വന്നാലും ലാഭം വന്നാലും എനിക്ക് സന്തോഷം വന്നാലും സങ്കടം വന്നാലും അങ്ങയുടെ നാമം, അതാണ് വിഷയം. അത് വിഷയമാണ്. മനസ്സിലായില്ലേ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്കുള്ള അർഹത എന്ന് പറയണത് എന്താണ്? ഇപ്പം എൻ്റെ ജോലി പോയി, അപ്പോൾ എന്താ പറയണത്? ഇപ്പോൾ ഈശോ ലാസർ മരിച്ചു എന്ന് പറയുമ്പോൾ പിതാവേ, ഇപ്പോൾ മനുഷ്യപുത്രൻ മഹത്വപ്പെടാൻ പോകുന്നു, പിതാവായ ദൈവവും അവന് മഹത്വപ്പെടാൻ പോകുന്നു. അപ്പം അത് ഇരട്ട മഹത്വമാണ് വരണത്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഈശോയ്ക്ക് സ്വന്തം ജീവിതത്തിൽ, ഇത് ലാസർ എന്ന് പറയുമ്പോൾ വേറൊരു വ്യക്തിയാണ്. ഈശോയുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നപ്പോഴെന്താണ് ഈശോ പ്രാർത്ഥിച്ചത്? അതും സ്വർഗസ്ഥനായ പിതാവാണ്. അതും നമ്മൾ നേരത്തെ വായിച്ചത് എത്രയിലാണ്? 12:28 അല്ലെ? ഒന്നിനു വായിച്ചത് യോഹന്നാൻ 12:28. പിതാവേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി, ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും. ഒരു വ്യക്തിക്ക് സർവൈവ് ചെയ്യാനുള്ള എല്ലാം ക്രിസ്തുവിലുണ്ട്. അതില്ലെങ്കിൽ നമ്മൾ അവർക്കത് പറഞ്ഞു കൊടുക്കും. ക്രിസ്തു ഒരു വ്യക്തി സർവൈവ് ചെയ്യാൻ ആവശ്യമായ എല്ലാം ക്രിസ്തുവിലുണ്ട്. ചില വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റത്തില്ല. പ്രാർത്ഥിക്കാം, പക്ഷെ ആ വ്യക്തികളിൽ നമ്മൾ വിചാരിക്കുന്ന അത്രയും പ്രാർത്ഥനയുടെ ഫലങ്ങൾ ആ വ്യക്തിക്ക് സ്വീകരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? നമ്മളത് ഉപ്പായിട്ട് വെഞ്ചരിച്ച് അവർക്ക് കൊടുക്കും. മനസ്സിലായില്ലേ? ഈ വെഞ്ചരിപ്പ് നേർച്ച വസ്തുക്കളിലൊക്കെ ഗുണങ്ങൾ അതാണ്. നേർച്ച വസ്തുക്കളൊക്കെ എന്താ ചെയ്യണത്? നിങ്ങൾക്കറിയാം, നേരത്തെ ഉപ്പല്ല നമ്മൾ കൊടുക്കണത്. നിങ്ങൾ ഓർക്കണം, ഉപ്പ് വെഞ്ചരിച്ച് കൊടുത്ത് പറയരുത്. എന്താ ചെയ്യണത്? അത് ബൈബിളിലുള്ള ഒരു സംഭവമാണ് ഉപ്പ്. ബൈബിൾ ഉപയോഗിക്കുന്നതാണ് ഉപ്പ്. നമ്മളവിടെ എന്താ ചെയ്യണത്? നമ്മൾ യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റുപറയുന്നു. ഇപ്പം അവർ പരാജയമാണ് കർത്താവ് എന്നല്ലേ പറയണത്. ആത്മഹത്യ ചെയ്ത ആൾക്കാരെന്താ ചെയ്യണ? ആൾക്കാർ പരാജയമാണ് കർത്താവ് എന്നല്ലേ പറയണത്. അപ്പം നമ്മൾ പറഞ്ഞത് എന്താണ്? മരിച്ചുയർത്തെഴുന്നേറ്റ യൂദാസിനാൽ വഞ്ചിക്കപ്പെട്ടും പത്തോസിനെ പീലാത്തോസിനെ കൈ കഴുകിയിട്ടും അത് പത്തോസിനെ തള്ളിപ്പറഞ്ഞിട്ടും മരിച്ചുയർത്തെഴുന്നേറ്റ കർത്താവാണ് യഥാർത്ഥ കർത്താവ് എന്നാണ് നമ്മൾ പറയണത്. ഈ യേശു കർത്താവാണെന്നുള്ള എന്തു ചെയ്യും? അധരം കൊണ്ട് ഏറ്റുപറയും. പിന്നെന്ത് ചെയ്യണത്? ദൈവം മരിച്ചോ എന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ടാണ് നമ്മളത്, അപ്പോഴാണ് രക്ഷ പ്രാപിക്കുന്നത്, അല്ലേ? അപ്പം അതുകൊണ്ട് ഈ ഉപ്പ് ആശീർവദിക്കുന്ന വ്യക്തിയുടെ ഉള്ളിൽ എന്താണ്? 2 ഫോർമുല ഉള്ളത്. എന്താണ്? യേശുവാണ് കർത്താവ്, യേശുവാണ് കർത്താവ്. പിന്നെന്താണ്? ദൈവം അവന് മരിച്ചെന്ന് ഉയർപ്പിച്ച് എഴുന്നേറ്റുവെന്ന് നമ്മൾ ഹൃദയത്തിൽ വിശ്വസിക്കുന്നു. അപ്പോഴാണ് രക്ഷ പ്രാപിക്കുന്നത്. അപ്പം ഈ വ്യക്തി രക്ഷ പ്രാപിക്കാൻ വേണ്ടി നമ്മൾ വെഞ്ചരിച്ച ഉപ്പാണ് അല്ലെങ്കിൽ എന്തെങ്കിലും മീഡിയം തേജ് ഇപ്പം നമ്മൾ കൊടുക്കണത്. അപ്പോൾ കൊടുക്കുമ്പോഴേ, അപ്പം ഞാൻ നിങ്ങളോട് പറയും, നിങ്ങൾ ഉടമ്പടി എടുത്തവരായിരിക്കണം അത്
കൊടുക്കേണ്ടതെന്ന് പറയും. അല്ലെങ്കിൽ വിശ്വാസ പ്രമാണം വൃത്തിയായിട്ട് ചെല്ലാൻ അറിയാവുന്നവരാണെന്ന് പറയണം. എന്താ കാര്യം? വിശ്വാസ പ്രമാണത്തിൽ ഇതെല്ലാം ഉണ്ട്. വിശ്വാസ പ്രമാണത്തിൻ്റെ കാച്ചി കുറുക്കിയെടുത്ത് കഴിഞ്ഞാൽ ജസ്റ്റ് എന്താണ്? ഈ റോമ 10:9 എന്താണ്? യേശു കർത്താവാണ്, ദൈവം അവനെ മരിച്ചവരെന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് രക്ഷ പ്രാപിക്കുന്നത്.